ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ചോറിനൊക്കെ നന്നായിട്ട് നല്ലൊരു കോമ്പിനേഷനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല വളരെ എളുപ്പത്തിൽ എല്ലാ സാധനങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ, വെളിച്ചെണ്ണ, തൈര്, ഇഞ്ചി, പച്ചമുളക്, ചുവന്ന മുളക്, കറിവേപ്പില, കടുക്, ഉപ്പ്. ഇതൊക്കെയാണ് ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ഇതൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു കറിയൊന്നും പെട്ടെന്ന് ഇല്ല എങ്കിൽ വേഗം തന്നെ നമുക്ക് ഇതൊക്കെ റെഡിയാക്കാൻ പറ്റുന്നതാണ് ഈ കറി. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ നോക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിൽ മറ്റ് വെജിറ്റബിൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വെജിറ്റബിൾസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രത്യേകിച്ചൊരു കറി ഉണ്ടാക്കുന്നതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റുള്ള ഒരു കറിയായിട്ട് നമുക്ക് ഇത് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാൻ വേണ്ടി നമുക്കുണ്ടാക്കാം. അതിനാദ്യമായിട്ട് തേങ്ങയും അതുപോലെ ഇഞ്ചി, പച്ചമുളക് ഇതൊരുമിച്ച് നമുക്ക് മിക്സറിൽ അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അതിലേക്ക് നല്ല കട്ട തൈര്, നല്ല അധികം പുളിയൊന്നും വേണ്ട, ഒരു ചെറിയ പുളിയോട് കൂടിയ തൈര് നന്നായിട്ട് മിക്സറിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. അതായത് 2 അരപ്പാണുള്ളത്. അതായത് തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും ചേർന്ന് ഒരുമിച്ച് അരച്ചതും അതുപോലെ തന്നെ ഇപ്പോഴത്തെ തൈര് നമ്മൾ മിക്സിയിലൊന്ന് കറക്കിയെടുത്തതും. ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർക്കണം. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഉപ്പ് കൂടിയോ കുറയ്ക്കോ ചേർത്ത് അതിനുശേഷം നമുക്ക് അത് മിക്സാക്കാം. ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് തൈരിന് കുറച്ച് പുളി ആവശ്യമാണ്. മീൻസ് അത് തീരെ പുളി ഇല്ലാണ്ടായി പോകരുത്. തീരെ പുളി ഇല്ലാത്തതാണെങ്കിൽ ഈ കറി കഴിക്കാൻ വേണ്ടി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അഥവാ പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ ഒരു ദിവസം മുന്നേ ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമ്മൾ കഴിക്കുന്ന സമയം നോക്കി ഉണ്ടാക്കാതിരിക്കുക. നല്ല പുളിയുള്ളതാണെങ്കിൽ ആ സമയത്ത് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചുവന്ന മുളക്, കടുക് ഇത് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് ഒരു ചെറിയ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് നന്നായിട്ട് ചൂടാവുന്ന സമയത്തേക്ക് അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും കൂടി വെളിച്ചെണ്ണയിൽ നമുക്ക് വറുത്തെടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.